ഹലോ ഗായ്സ്, കഴിഞ്ഞു നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ ആദിലയും നൂറയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിടാറുണ്ടായിരുന്നു. ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശനത്തിന് ഇരുവരും പങ്കെടുത്തിരുന്നു. മികച്ച സ്വീകരണമായിരുന്നു ഇവർക്ക് ലഭിച്ചത്. ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. താൻ അറിയാതെയാണ് രണ്ട് പെൺകുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തതെന്നായിരുന്നു ഫൈസൽ മലബാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പായിരുന്നത്. നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായതും. വിവാദമായതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. വ്ളോഗർമാരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. ഈ നിലപാട് ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണ്. ഇവരാണല്ലോ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതെന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക കുളിരാണ്. അങ്ങനെ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് കൊണ്ട് തകർന്നു പോകുന്നതാണല്ലേ ഈ മൂല്യങ്ങൾ തുടങ്ങി അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെ വരുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് വേദിയിൽ ലാലേട്ടൻ ഇവർക്ക് കൊടുത്ത വാക്കും ഉടനെ തന്നെ പാലിക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങളാണ് കമൻറ്റുകളായി വരുന്നത്. ലാലേട്ടൻ്റെ വീട്ടിൽ ഇവരെ ക്ഷണിക്കുമെന്ന് ലാലേട്ടനാണ് ഉറപ്പ് കൊടുത്തത്. ആ ഒരു വാക്കും ലാലേട്ടൻ വിളിക്കുന്നതുമാണ് ഈ നെഗറ്റീവുകൾക്കുള്ള മറുപടി എന്നാണ് കമൻറ്റുകൾ ഏറെ വരുന്നത്.